ഹായ് ഹലോ. ഇവര് 3 പേരും കള്ളക്കളി കളിക്കാനാണ് ഇരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ തോറ്റു, എനിക്കറിയില്ല. നീ ഊഹിക്കുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടമായതാണ് ഇതില് നിങ്ങൾക്ക് ഈ 3 പേരിൽ ആര് ജയിക്കും എന്നാണ് തോന്നുന്നത് എന്നുള്ളത്. ആൻമീർ ചേച്ചി പറഞ്ഞത് തെറ്റിയാലും കഴിക്കാൻ പറ്റില്ല, ലിപ്സ്റ്റിക് പോകുന്നതാണ്. എന്താ അതൊക്കെ ഹായ് ഹലോ. പൊടീസ് വേഴ്സസ് പൊടീസിന്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇതുവരെയും ട്രൈ ചെയ്യാത്തൊരു എപ്പിസോഡാണ് ഹൂ നോസ് ബെറ്റർ മീ. ശരിയല്ലേ പറഞ്ഞത്? ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് പുതിയ 2 ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്. ആദ്യമായിട്ടിരിക്കുന്നത് എൻ്റെ സ്വന്തം ആൻമേരി ചേച്ചി. ചേച്ചീനെ കുറിച്ച് നമുക്ക് ആദ്യൊരു അല്ലേ റോബിൻ ചേട്ടാ, നമുക്ക് ഒരു ഇൻട്രോ കൊടുക്കണ്ടേ? ചേച്ചി കൊച്ചിയിലെ ഒരു ബിസിനസ് ഓൺടർപ്രണർ ആണ് ആൻമേരി ചേച്ചി. മറ്റേ ഏതിലൊക്കെയോ കവർ പിക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, എന്തിലായിരുന്നത്? ആരോഗ്യം, സോറി, സംരംഭത്തിലൊക്കെ ചേച്ചി നമുക്ക് ഭയങ്കര പ്രൗഡാണ്. നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഇത്ര എഫേർട്ട് ഒക്കെ എന്താ പറയാ, സെലിബ്രിറ്റി ആക്ടേഴ്സിന്റെ ആക്ട്രസസിന്റെ ഒക്കെ വളരെ ക്ലോസ് ആയിട്ടുള്ള സീക്രട്ട് ഫ്രണ്ട് ആണ്. ഞങ്ങൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞുതരാം, ചേച്ചി സ്വന്തമായി അവകാശപ്പെടുന്നത് ചേച്ചിനെ കാണാൻ തീരെ ഭംഗിയില്ല, അങ്ങനെ എങ്ങനെയെന്നൊക്കെയാണ് ചേച്ചി. അതുകൊണ്ട് മുഖം കാണിക്കില്ല, കളിക്കാൻ ചേച്ചി ഉണ്ടാവും, പക്ഷെ ചേച്ചി അധികം ഫേസ് കാണിക്കില്ല, ഹെയറൊക്കെ ഇട്ട് മറച്ച് വെച്ചിരിക്കുകയാണ് മുഖം. ചേച്ചി ഇപ്പോൾ എല്ലാത്തിലും ആള് ഓവറോൾ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ആളാണ്. ഡിസൈനിങ് ബിസിനസ് അല്ലാണ്ട് ഡിസൈനിങ് എല്ലാം ഉണ്ടാവും. മാത്രമല്ല മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ മേക്കപ്പ് ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുക. ഇനിയുള്ള എൻ്റെ എല്ലാ ഷൂട്ടുകളിലും ചേച്ചി മേക്കപ്പ് ചെയ്തിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഞാൻ ഈ കൊച്ചിയിൽ വന്നപ്പോൾ ആദ്യമായിട്ട് കാണുന്നതും പരിചയപ്പെടുന്ന 2 ആൾക്കാർ, ഒന്ന് ഷിംനന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, പിന്നെ ആൻമേരി ചേച്ചി. ആൻമേരി ചേച്ചിനെയാണെന്ന് തോന്നുന്നു ഞാൻ ഷിംനൊക്കെ മുമ്പ് കാണുന്നത്. അതായത് ബൊട്ടിക്കിൽ വെച്ചിട്ടാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. അതായത് 2017 ഈ കൊച്ചിയിൽ ഞാൻ വന്ന ആദ്യം തൊട്ട് പരിചയപ്പെട്ടിട്ടുള്ളത് ആൻമേരി ചേച്ചിനാണ്. അന്ന് തൊട്ട് ഇത്രയും വർഷം 2017 to 2025 വരെയും ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കുകയാണ്. അടുത്തത് എൻ്റെ സ്വന്തം ബ്രദർ, ഭയങ്കര പഠിപ്പിസ്റ്റാണ്. അരുൺ ചേട്ടൻ കളഞ്ഞ കാരണം ഇപ്പൊ ഇട്ടിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു ആ വീഡിയോ കിട്ടിയിരുന്നെങ്കിൽ. അപ്പം ഇത് സൂര്യ. എൻ്റെ അമ്മയുടെ ഫാമിലിയില് 5 മക്കളാണ്. അതില് അമ്മയുടെ 4ാമത്തെ സിസ്റ്ററിന്റെ മകൻ. അവൻ തൃശ്ശൂര് വലിയ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്ന ആളാണ്. ഇപ്പൊ നമ്മൾ വലിയൊരു ജോബ് റോബിൻ ചേട്ടനാണ് ജോബ് ഓഫർ കൊടുത്തത്. റോബിൻ ചേട്ടൻ പറഞ്ഞു, സൂര്യ അത് സോറി കേട്ടോ, അതായത് എന്താ പറയാ, കുറെ കാര്യങ്ങൾ നമ്മളുടെ ഉണ്ടായിട്ടുണ്ട്. അത് ഓർത്തിട്ട് ചെറുതായിട്ട് ചിരിയായിരുന്നു. റോബിൻ ചേട്ടനാണ് ഇവിടെ ജോബ് കൊടുത്തത്. അതായത് റോബിൻ ചേട്ടൻ പറഞ്ഞു, നിനക്ക് നല്ലൊരു ജോലി ഉണ്ട്, നീ എന്തിനാ തൃശ്ശൂര് നിൽക്കുന്ന, കുറെ നാളായിട്ട് അവിടെയല്ല, ബികോം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഒപ്പം തന്നെ പാർട്ട് ടൈം വർക്കും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ റോബിൻ ചേട്ടൻ പറഞ്ഞു നല്ലൊരു ജോലി. അപ്പൊ എന്താന്ന് സൂര്യ എക്സൈറ്റഡ് ആയിട്ട് ചോദിച്ചു. അപ്പോഴാണ് അറിയണത് പൊടീസിലാണ് ജോലി എന്നുള്ളത്. അപ്പൊ തന്നെ അവന് മനസ്സിലായി നല്ല ജോലിയാണെന്ന്. പണ്ട് എന്താ കാര്യം എന്ന് വെച്ചാല്, പണ്ട് ഞാൻ ഇങ്ങനെ കഴിയാത്ത ഡ്രസ്സൊക്കെ ഡെലിവറിക്ക് വേണ്ടി സൂര്യനെ വിടുമായിരുന്നു. അപ്പൊ അവിടെ പോയിരുന്ന സമയത്ത് കുറെ നല്ല നല്ല മൊമെന്റ്സ് ഒക്കെ അവൻ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെയാണ് ഞങ്ങളുടെ ലൈഫിലെ കുറെ ഫണ്ണായിട്ടുള്ള കാര്യങ്ങളാ. അപ്പൊ സൂര്യനെ ഞങ്ങൾ ഇങ്ങോട്ട് എടുത്തു. ഇനി സൂര്യനെ ഞങ്ങൾ ഇവിടുന്ന് വിടൂല. ഭയങ്കര സിൻസിയർ ആയിട്ടുള്ള എൻ്റെ ഒരു ബ്രദറാണ്. എൻ്റെ കസിൻസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ സ്വന്തം അനിയനാണ് അവൻ. അവനാണ് ഇപ്പൊ സഞ്ജുവിനെ അറിയാം. അവനും എൻ്റെ സ്വന്തം അനിയൻ തന്നെയാണ്, ഭയങ്കര ഇഷ്ടപ്പെട്ട അനിയനാണ്. പക്ഷെ സൂര്യനോട് എനിക്ക് കുറച്ച് സ്നേഹം കൂടുതലുണ്ട്, സത്യം തന്നെയാണ്. അതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. അപ്പൊ ഇത് എൻ്റെ കസിൻ ബ്രദർ ആണ്. ഇപ്പൊ പൊടീസിന്റെ അക്കൗണ്ട്സ് ആൻഡ് മാനേജ്മെന്റ് സെക്ഷൻ മൊത്തം അവനാണ് നോക്കുന്നത്. പിന്നെ എങ്ങനെയുണ്ട് സൂര്യ എക്സ്പീരിയൻസ്?
നല്ല എക്സ്പീരിയൻസ്. ഇടയ്ക്ക് ഓരോരുത്തർ ഇങ്ങനെ വിളിക്കും, അതെ, ചോദിച്ചറിയും നമ്മുടെ സുഖം. അതെ. സൂര്യ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അക്കൗണ്ട്സ് മാത്രമല്ല ഡിസൈനിങ്ങും പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് സൂര്യ. ഇത് നമ്മുടെ സ്വന്തം റോബിൻ ചേട്ടൻ, ഞാൻ പൊടി. നമ്മൾ 4 പേരാണ് ഇപ്പൊ ഈ കളി കളിക്കാൻ പോണത്. അപ്പൊ കളി എന്താണ് റോബിൻ ചേട്ടാ? പൊടിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ ആൻസർ പറയണം. ഇതില് ഈ 3 പേർക്കും ഒന്നും അറിയില്ല. 2 മണിക്കൂറായിട്ട് ഡിസ്കഷൻ. ഇവര് ഓരോരുത്തരും കൂടുതൽ പഠിച്ചത്. ഇവിടെ ഓരോരുത്തരും ഇവര് 3 പേരും കള്ളക്കളി കളിക്കാനാണ് ഇരിക്കണത്. 3 പേരും ഇവര് മാറി നിൽക്കുമ്പോ എന്റെ അടുത്ത് വന്നിട്ട് ഉത്തരം പറഞ്ഞേരോ എന്ന് ചോദിച്ചിട്ട് നടക്കായിരുന്നു. 3 പേർക്കും ഒന്നും അറിയില്ല. 3 പേര് എന്റെ അടുത്ത് സീക്രട്ട് ആയിട്ട് വന്നിട്ട് ആൻസേഴ്സ് ചോദിക്കായിരുന്നു. ഞാൻ 3 പേർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല. റോബിൻ ചേട്ടൻ എന്റെ അടുത്ത് കൊണ്ട് പറഞ്ഞു പൊടി ഫോട്ടോ എടുത്തയക്കുക, ആൻസേഴ്സ് ഫോട്ടോ എടുത്തയക്കുക. പിന്നെ ഇതാണ് പനിഷ്മെന്റ് ആയിട്ട് നമ്മള് ഈ ലെമണും ഈ മുളകും ഈ ഇഞ്ചിയും ഈ കൈപ്പയ്ക്കാണ് കൊടുക്കുന്നത്. ഇത് 4 റോബിൻ ചേട്ടന്റെ ഫേവറേറ്റ് ആണ്. അത് കാരണം കൊണ്ട് പനിഷ്മെന്റ് ആയിട്ട് കൂട്ടാൻ പറ്റില്ല. അത് കാരണം റോബിൻ ചേട്ടൻ മിക്കവാറും മനഃപൂർവ്വം തെറ്റിക്കും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആക്ച്വലി ഇത് പനിഷ്മെന്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ആൻമീർ ചേച്ചി പറഞ്ഞത് തെറ്റിയാലും കഴിക്കാൻ പറ്റില്ല, ലിപ്സ്റ്റിക് പോകുന്നതാണ്. അപ്പൊ എന്തായാലും ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ കിടക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഇതില് നിങ്ങൾക്ക് ഈ 3 പേരിൽ ആര് ജയിക്കും എന്നാണ് തോന്നുന്നത് എന്നുള്ളത്? അയ്യോ, പക്ഷെ ഞാൻ റോബിൻ ചേട്ടൻ ഫസ്റ്റ് ആവുന്നാണ് വിചാരിക്കണത്. ഇല്ല, റോബിൻ ചേട്ടൻ ജയിക്കും. എനിക്ക് അറിഞ്ഞൂറേ, ഓർഡറായിട്ടും വിട്ടു തരാന്ന്. എന്താ എന്നറിയില്ലേ? അതറിയാം. ഞങ്ങളുണ്ടല്ലോ ഇങ്ങനത്തെ കാര്യങ്ങൾ. പൊടീനെ അറിയണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ആൻസർ എഴുതേണ്ട കാര്യമൊന്നുമില്ല. ആണോ? എന്നാ റോബിൻ ചേട്ടൻ ഔട്ടായി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്റെ ഫേവറേറ്റ് പ്ലേസ് ഏതാണ്? ആദ്യം ആൻമേരി ചേച്ചി പറഞ്ഞു. സൂര്യ എന്താ? റോഹിത് ചേട്ടൻ? 3 പേർക്കും ഗൗരി നോട്ട് ചെയ്തോ ഓരോ പോയിന്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, എന്റെ ഫേവറേറ്റ് ഫുഡ് ഏതാണ്? ആൻമേരി ചേച്ചി 2 എഴുതാം. അവിടുന്ന് തുടങ്ങാം. ഇവിടുന്നോ? എന്നാ റോബിൻ ചേട്ടൻ പറ. മെക്ഡിയിലെ സ്പൈസി ചിക്കൻ ബർഗർ, ഫ്രഞ്ച് ഫ്രൈസ്, കോക്ക്, വിങ്സ്. ഞാൻ മെക്ഡിയിലെ ബർഗർ എഴുതിയിട്ടുണ്ട്, ചിക്കൻ ബിരിയാണി. മെക്ഡി ബർഗർ, ചിക്കൻ ബിരിയാണി. അപ്പൊ സൂര്യക്കാണ് പോയിന്റ് 1. ചിക്കൻ ബിരിയാണി ഉണ്ടോ? 2 എഴുതിയിട്ടുണ്ട്. മെക്ഡി ബർഗർ, ചിക്കൻ ബിരിയാണി. 3 പേർക്ക് ഓരോ മാർക്ക്. പൊടി എനിക്ക് കൂടുതൽ മാർക്ക് കേട്ടോ. ചിക്കൻ ബിരിയാണി ഞാൻ മാത്രമേ. അടുത്തത്, എന്റെ ഫേവറേറ്റ് മൂവി. ഒരു പേര് കോപ്പി അടിച്ച മാർക്ക് കുറയ്ക്കും. ഫേവറേറ്റ് മൂവി സൂര്യ? ബാഹുബലി. ചേച്ചി? ബാഹുബലി. ബാഹുബലി അല്ലേ എഴുതിക്കുന്നത്? ഇതുവരെ ഡിസൈൻ ചെയ്തതിൽ വെച്ച് എന്റെ ഏറ്റവും ഫേവറേറ്റ് ഡിസൈൻ ഏതാണ്? ഞാൻ ഉദാഹരണങ്ങൾ തരാം. എന്റെ മെയിൻ ഫംഗ്ഷൻസുകളുടെ ഡ്രസ്സുകൾ ചിന്തിച്ചാൽ മതി. കസ്റ്റമേഴ്സിന്റെ അല്ലെങ്കിൽ ഞാൻ റാൻഡം എൻഗേജ്മെന്റ് ആവാം, മാരേജിലുള്ളതിലാവാം, മെയിൻ ഫംഗ്ഷൻസിലെ ഒരെണ്ണാണ് എന്നുള്ളതാണ് ക്ലൂ. ഇതിലന്വേഷിച്ച് തോക്കും. അയ്യോ, തെറ്റിക്കരുത്. ചേച്ചി 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 മാറ്റി പറയും. ഞാൻ കല്യാണ സാരി. കല്യാണത്തില് 2 സാരി ഉണ്ട്.
റെഡ് സാരി മാരേജ് ഡേ ഗുരുവായൂർ. അല്ല, wedding സാരി. ഇല്ല അതല്ല എന്നാ പറയുന്ന പൊടി. അതല്ല ഉത്തരം, അതല്ല. ശരി ശരി ശരി. ഏതാണ് ആൻസർ? ആൻസർ ഉത്തരം ശരിയാന്ന് പറഞ്ഞ പോലെ തല്ലോടുന്നു. എന്താണ് ചേട്ടൻ പറഞ്ഞത്? റെഡ് സാരി മാരേജ് ഡേ ഗുരുവായൂർ ഇട്ടത്. ഇത് 3 അല്ല തന്നെയല്ലോ. ഞാൻ പറയാം, എന്റെ റെഡ് സാരി. വെഡിങ് സാരി ഇതാ കണ്ടോ. കല്യാണം മൊത്തം കല്യാണത്തിന് 2 സാരി ഉണ്ടായിരുന്നു. ഏത് സാരി? നോട്ട് ചെയ്തോ. എനിക്ക് കുറെ ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്, കുറെ പേര് കുറെ ഡ്രസ്സുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഇതുവരെ ഞാൻ ചെയ്തതിൽ എൻ്റെ കംപ്ലീറ്റ് ലുക്ക്, അതായത് ഹെയർ സ്റ്റൈല്, മേക്കപ്പ്, അതിൻ്റെ സ്റ്റൈലിങ്, ഓർണമെന്റ്സ്, സാരിയിലെ ഹാൻഡ് വർക്ക് എല്ലാം ഇഷ്ടപ്പെട്ടത് എൻ്റെ ഇത്രയും കാലത്തിൽ എനിക്ക് എൻ്റെ റെഡ് സാരിയുടെ ലുക്കാണ്. അതാണ് അത്. അടുത്തത് എൻ്റെ ഹൈറ്റ് എത്രയാണ്? കോപ്പി അടിക്കരുത്. കറക്റ്റ് എഴുതിക്കോ ചേച്ചി, അറിയാലോ ഞാൻ ഹൈറ്റ് ഇല്ലെന്ന്. ഞാൻ പറയണോ? 5 feet 1 inch. 5'4". എന്റെ സൂര്യന് തമാശക്ക് സൂര്യനെ കണ്ടിട്ട് 5'4". ആൻമേരി ചേച്ചി കറക്റ്റ് 5. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, തെറ്റിയവരെന്തെങ്കിലും ഹാപ്പി ആയിട്ട് അയ്യോ എന്നൊക്കെ പറഞ്ഞ് ക്യൂട്ടാക്കി അവസാനിപ്പിക്കണേ? പനിഷ്മെന്റ് ഇല്ലേ? അവസാനം ഓരോ തെറ്റിയെന്ന് എല്ലാത്തിനും അവസാനം. സോറി ഞാനത് മറന്നു. 5 feet 1 inch. തെറ്റാണ്. മുളക് കൊടുത്തോ? ഇവിടെ ടേപ്പ് ഉണ്ടോ? ശരിയാ. ഹൈറ്റ് ഒരു സ്ഥലത്ത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു ഗവൺമെന്റ് ഡോക്യുമെന്റിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അത് തെറ്റാണ്. കാലിമൊന്ന് മറ്റേത് മൈനസ് ചെയ്താൽ മതി. 4 ഇഞ്ചിന്റെ ഹീല. അതെ, അങ്ങനെ ഡ്രസ് ഇട്ട് ഫുൾ അതന്നെ 5 feet 1 inch. ഓക്കെ, അത് നോക്കാം. ചെറുപ്പിന്റെ ഒരു ഇവിടെ ടെക്നിക്കൽ പ്രോബ്ലംസ് ഉണ്ട്, അത് കാരണം കൊണ്ട് ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ. പിന്നെ ഇവരെ തെറ്റിച്ചതിന് പനിഷ്മെന്റ് ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല. അന്ന് 2-3 സാരി ഉണ്ടെന്ന് കല്യാണ സാരി ഓറഞ്ച്. അത് നീ ഉദ്ദേശം വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയാണെന്ന് പറഞ്ഞപ്പോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 7ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? എന്റെ 5ാമത്തെ ഡേറ്റ് ഓഫ് ബർത്ത്, പക്ഷെ വർഷം എഴുതരുത്, മാസവും ഡേറ്റ് മാത്രം മതി. ഇയർ എഴുതണ്ട. എഴുതിയെങ്കിൽ ഔട്ട് ആവും. റോബിൻ ചേട്ടാ ഔട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറയട്ടെ? സെപ്റ്റംബർ 9. ഓ കറക്റ്റ്. സെപ്റ്റംബർ 9 കറക്റ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇനി തെറ്റിട്ടുണ്ടെങ്കിൽ ഇത് കഴിക്കേണ്ടി വരും. ഫേവറേറ്റ് ആക്ടർ ആരാണ് എന്റെ? ആക്ടർ അല്ലേ? അയ്യോ ആരാ? ക്രഷ് അല്ല. എന്റെ അതായത് ഇന്ന ലാംഗ്വേജ് എന്നില്ല, തമിഴാവാം, തെലുങ്കാവാം, ഹിന്ദി ആവാം. ഒരു മിനിറ്റ്, ഞാൻ വെട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിലും വെച്ചിട്ടുള്ള എന്റെ ഫേവറേറ്റ് ആക്ടർ. എഴുതിയോ? ഇല്ലില്ല റോബിൻ ചേട്ടൻ. ഞാൻ ആദ്യം പറഞ്ഞു നേരത്തെ ഡേറ്റ് ഓഫ് ബർത്ത്. പറയട്ടെ? അല്ല സോറി, പറ. സൂര്യ. പ്രണവ് മോഹൻലാൽ. പിന്നെ സത്യായിരുന്നു. ഞാൻ പ്രണവ് മോഹൻലാല. രണ്ടുപേരും തെറ്റ്. റോബിൻ ചേട്ടന്റെ ശരി.
സൂര്യായിരുന്നോ? പനിഷ്മെന്റ് രണ്ടുപേരും കഴിച്ചോ? ഫോട്ടോ എടുക്കാൻ പോയതില് എടുത്തു കഴിച്ചോ, കുഴപ്പമില്ല. ആ ബോട്ടിലിനുള്ളിൽ കൈ ഇടണേ, കൈ പുറത്തെടുക്കാൻ പറ്റുമോ നോക്കണേ. ഇല്ല, കയ്യില് കുടുങ്ങിട്ട് തല്ലി പിടിക്കേണ്ടി വരും. വെള്ളം കഴിച്ചോ? എന്താ? ഇഞ്ചി. എന്ന് രാവിലെ കഴിക്കുന്നതാണ്. അതാണ് ഇഷ്ടാന്ന് പറഞ്ഞാ. ആണോ? അങ്ങനെയല്ല, കരിമ്പ് പോലെ. അല്ല അത് കുഴപ്പമില്ല, ഇനി നീ എടുത്തോ, നിനക്ക് കഴിക്കണ്ടേ? ഇഷ്ടപ്പെട്ടോ? യമ്മീന്നാണ് പറയുന്നത്. പഞ്ചസാര ഇട്ടുണ്ട് ഇതില്. സൂര്യ, നീ ചിരിച്ചു കളിച്ചിരിക്കേണ്ട നോക്ക്. പ്രാക്ടീസ് ചെയ്തിട്ട് വന്നതുണ്ട്. തുറന്നോക്ക്. എക്സ്പ്രഷൻ ഇല്ലാതെ നാരങ്ങ കഴിക്കണം. ഓ കുഴപ്പമില്ല, കഴിച്ചോ. അതിനെന്താ? ചെറിയ പീസ് ഇങ്ങനെ ചാറാക്കി പോരെ. കണ്ണിക്ക് പോയോ? വായിക്ക് പോയിട്ട് എക്സ്പ്രഷൻ വരുന്നു വിചാരിച്ച്. ഓക്കെ, വലിയ പ്രശ്നമില്ലാത്ത പനിഷ്മെന്റ്സ് ആണ്. നെക്സ്റ്റ് ടൈം ഇതായിരിക്കില്ല പനിഷ്മെന്റ്. അടുത്തത് എന്റെ ഫേവറേറ്റ് ആക്ട്രസ്. ഗൗരി ഇപ്പൊ സ്കോർ ചെയ്ത് നിക്കണത് ആരാ? എന്നോട് ആക്ഷൻ കാണിച്ചാ മതി. റോബിൻ ചേട്ടാ ആരോട് പറയാണ്ട് കൊള്ളൻ. ഫേവറേറ്റ് ആക്ട്രസ് ഞാനാണോ? അല്ല ഞാനാണോ പറയാ? ആരാ പറയണ്ട? അല്ല ഞാൻ ഇപ്പൊ പറഞ്ഞോ. ചേച്ചി KPC ലളിത. ഞാൻ പറയട്ടെ, ആലിയ ഭട്ട്. അയ്യോ എനിക്ക് വയ്യല്ലോ. ആലിയ ഭട്ട്. ഞാൻ മിണ്ടില്ല പൊടിയെ, ഞാൻ കളിക്കില്ല. പറഞ്ഞോ? അല്ല ആരെന്ന് പറയാ? ആലിയ ഭട്ട് ആദ്യം ചോദിച്ചതാ. ആലിയ ഭട്ട്. ആലിയ ഭട്ടല്ലേ? അപ്പൊ അവള് പറഞ്ഞു KPC ലളിത. ഇവള് റോബിൻ ചേട്ടൻ വേറെ പറഞ്ഞോടത്ത് എനിക്ക് വേറെ പറഞ്ഞു. സത്യത്തില് സൂര്യ എന്റെ അടുത്ത് ചോദിച്ചിട്ടായിരുന്നു പൊടി ആരാ പറയാന്ന്. അപ്പൊ ഞാൻ KPC ലളിതനെ പറഞ്ഞു. എനിക്ക് സത്യത്തില് KPC ലളിതനെ ഭയങ്കര ഇഷ്ടമാണ് മലയാളത്തിലാണെങ്കിൽ. പക്ഷെ മൊത്തത്തിൽ എന്നുള്ളത് വന്നോണ്ടാണ് ഞാൻ ആലിയ ഭട്ട് ആക്കിയത്. സത്യത്തില് ഞാൻ ആലിയ ഭട്ട് ആദ്യം ഇതെന്ന് പറഞ്ഞപ്പോ ചേട്ടൻ ഞെട്ടിയോ? ചേച്ചി ഞാൻ ആലിയ ഭട്ട് പറഞ്ഞതാ. ഞാൻ ഇവളോട് ആദ്യം ചോദിച്ചതാ. അടാ അത് ചതിച്ചതല്ല, അന്ന് ഞാൻ മലയാളത്തിലാന്ന് വിചാരിച്ചത്. ചേച്ചിയും തെറ്റാണ്. രണ്ടൊരു കഴിച്ചോ, ഹെൽത്തിന് നല്ല. പാവയ്ക്ക കഴിച്ചോ? എനിക്കാണോ ഇഞ്ചി? സൂര്യ എടുത്ത്. സൂര്യ എടുക്ക്. ഇഞ്ചിയാ. അയ്യോ, ഇതാണോ യമ്മീന്നോണ്ട് കഴിച്ചത്? ചിക്കൻ പീസോ ചെറിയത് മാതിരി. അവൻ KPC ലളിത പറഞ്ഞത് പകുതി ശരിയായിരുന്നു. പകുതി ശരി, അപ്പൊ പകുതി കഴിച്ചാൽ. അടുത്തത് KPC ലളിത. ഞാൻ ആലിയ ഭട്ട്. അടുത്തത് പൊടീസ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തത് ഏത് വർഷം? സൂര്യ ഞാൻ സത്യമായിട്ടും വിചാരിച്ചില്ലടാ. ഞാൻ അല്ല ഡേറ്റ് പറയണ്ടല്ലോ, ഇയർ അല്ലേ പറഞ്ഞ? കുഴപ്പമില്ല. ഏത് വർഷം സ്റ്റാർട്ട് ചെയ്ത്? എന്ത്? August 15, 2009. ഓക്കെ. പൊടീസ് വേർഡിന്റെ മീനിങ് എന്താണ്? അയ്യോ, പൊടി എന്തോ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ തോറ്റതില്ലേ? ഞാനെഴുതി കൊള്ളൻ. റോബിൻ ചേട്ടനെ ഒന്നും തെറ്റിച്ചിട്ടില്ല. റോബിൻ ചേട്ടനെ നല്ല ഉള്ളി കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. സിമ്പിൾ ആയിട്ട് അവിടേക്കായിരുന്നു. ഇത് റെഡ് സാരി ശരിയായിരുന്നു. ഹലോ ഹലോ, കവിത അല്ല എഴുതാൻ പറഞ്ഞ? എനിക്കറിയില്ല. ആരാ പറയണ്ട? എനിക്കറിയില്ല. പറഞ്ഞോ ചേച്ചി, പറഞ്ഞോ. ഫിനിക്സ് പക്ഷി ഞാനല്ലേ പറയണ്ട? യു ക്യാൻ. പിന്നെ യു ക്യാൻ. ഞാനും യു ക്യാൻ. അല്ല തെറ്റ്. ശരിയാ. പൊടി ഞാനും ക്യാൻ ഇട്ടിട്ടുണ്ട്.
നീ ഇപ്പൊ യൂണിറ്റ് ഇല്ലാന്നല്ലോ. അവ എഴുതിയിട്ടില്ല, അവ ഇല്ലാന്നാണ് പറഞ്ഞത്. പോടാ. അപ്പൊ രണ്ടുപേരുടെ ശരി. തെറ്റി. അല്ല, ആൻമേരി ചേച്ചിയുടെയും റോബിൻ ചേട്ടന്റെയും ശരി. കഴിച്ചോ സൂര്യമോഹനെ. അല്ല, ഞാൻ പറയട്ടെ, ഇത് ഈ കുട്ടികൾ തീരെ അച്ചടക്കില്ലാത്ത കുട്ടികളാണ്. ഞാൻ പറയട്ടെ, പൊടീസ് എന്ന് പറയുന്നത് ഒരു സ്പാനിഷ് വേർഡാണ്. അതിന്റെ അർത്ഥം യു ക്യാൻ എന്നാണ്. കറക്റ്റ് പറയണോ? ചേച്ചി തെറ്റി. അല്ല, യു ക്യാൻ ഒരു ക്യാൻ ഉണ്ട്, ക്യാൻ കഴിയും. ആ, അടുത്തത് സൂര്യ. ഞാൻ നീ ജയിക്കുന്ന സൂര്യ വിചാരിച്ചു, എനിക്ക് വിഷമായി. പൊടി എന്ത് പൊടി, നീ എന്നെ തെറ്റിച്ചാലേ. അയ്യോ, വേറെ എടുക്കാം. പാട്ട് പാട്. ഇത്രയും നല്ല വോയിസ് അല്ലേ, പാട് നീ. രണ്ടുപേരി മതി. സൂര്യ പാട്. ഞാൻ നോക്കി പാടാം. നോക്കി പാടാനായിട്ട് നോക്കണം, രണ്ടുപേരും മതി. ഫുൾ പാട്ട് വേണ്ട. പൊടി നോക്കാൻ നിന്നാ കൊറേ പാടാൻ തോന്നുന്നു. ഇത് ആർക്കും അറിയാത്തൊരു ക്വസ്റ്റ്യൻ, ആർക്കും അറിയാത്തൊരു ക്വസ്റ്റ്യൻ. നമുക്കത് നോക്കാം. ഞാൻ ചോദിക്കാൻ പോണത് ഒരിക്കലും കിട്ടില്ല ഇതാർക്കും. പാട്ട് പാടുന്നുണ്ട്. വേറെ എന്തെങ്കിലും ഞാൻ പച്ചമുളക് കഴിക്കും. ആ, പച്ചമുളക് കഴിച്ചോളൂ. ആദ്യത്തെ പണിഷ്മെന്റ് ദൈവമേ കിട്ടണേ. അയ്യോ, എന്താണ് ഇങ്ങനെയല്ല പച്ചമുളക് കഴിക്കും. ഇത് വലുതടി, ഇതെന്താ കയ്യിന്റെ അത്രയുണ്ട്. അത്ര വേണ്ട, ഒരു വലിയ കടി അടിച്ചോ. വെള്ളം വേണോ കുടിക്കാൻ? ഒന്ന് വെള്ളം എടുത്തോണ്ട് പോവാ, അവിടെ ഉണ്ടോ? ഓക്കെ, നെക്സ്റ്റ്. 11ാമത്തെ ചോദ്യമാണോ? ആ, ചോദ്യമുണ്ട്. ഉണ്ട്. ഏത് ന്യൂസ് പേപ്പറിലാണ് ആദ്യമായിട്ട് എന്റെ ആർട്ടിക്കിൾ വന്നത്? ഏത് വർഷം? അത് കിട്ടൂല ആർക്കും. റോബിൻ ചേട്ടൻ ഫസ്റ്റത്തെ തോറ്റു പോണത്. ഇത്രയും മാർക്ക് മേടിക്കുന്നത് ഞാൻ വിചാരിച്ചില്ല റോബിൻ ചേട്ടൻ. അറിയില്ല, ഞാൻ എപ്പോഴും റോബിൻ ചേട്ടനെ പറയാറുള്ളതാ. കാക്കയാ. ഏത് ന്യൂസ് പേപ്പറിലാണ് എന്റെ ആർട്ടിക്കിൾ വന്നത്? ഏത് വർഷം? ഹിന്ദുസോ? അല്ല, ആൻമേരി ചേച്ചിയുടെ അടുത്ത് എപ്പോഴും പറയാറുള്ളതാ. അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് എത്തിയത്. കൊച്ചിയിലോട്ടേക്ക് ഞാൻ വരണത്. അയ്യോ, പറഞ്ഞോ? എനിക്കറിയില്ല. അങ്ങനെയാണ്. ആ ഒരു ന്യൂസ് പേപ്പർ ആണ് എന്റെ, അതിലാണ് എന്റെ ലൈഫ് മൊത്തം മാറിയതും ഞാൻ കൊച്ചിയിലോട്ടേക്ക് വന്നത്. ഞാൻ പറയട്ടെ, എന്താണത്? ക്രോണോഗ്രാഫോ? 2017 എഴുതിയിട്ടുണ്ട്. പക്ഷേ എന്നാലും കഴിക്കണം. രണ്ട് ക്വസ്റ്റ്യൻ അല്ല, ഞാൻ പറയട്ടെ, 2 ക്വസ്റ്റ്യൻ ആണ്. ഏത് പത്രത്തിലാണ് ഏത് വർഷം? 2 ഞാൻ ചോദിച്ചിട്ടുണ്ട്. ചേച്ചിക്ക് പറ്റും. 2017 ഞാൻ പറഞ്ഞു, പകുതി ആൻസർ. അയ്യോ, ഇല്ല, അതിന് മനോരമ മാത്രം. ഞാൻ പറയുന്നത് ഇന്ത്യൻ എക്സ്പ്രസ്, മനോരമ. തെറ്റി. അപ്പൊ അത് ഞാൻ പറയാം. എന്റെ ഫസ്റ്റ് ആർട്ടിക്കിൾ വരുന്നത് മാതൃഭൂമി ന്യൂസ് പേപ്പറിലാണ്. നഗരത്തിലാണ് വന്നത്. 2017ലാണ് വന്നത്. അത് കണ്ടിട്ടാണ് എനിക്ക് കൊച്ചിയിൽ ഫസ്റ്റ് ജോബ് കിട്ടുന്നത്. അങ്ങനെയാണ് ഞാൻ കൊച്ചിയിലോട്ടേക്ക് വരുന്നത്. ഇവർക്കൊരു തോറ്റൊരു കാര്യം പറയുന്നത്. ഞാൻ പറയട്ടെ, 3 പേരും തെറ്റി. വർഷം മാത്രം ശരിയായിട്ടുള്ളൂ. ആ, ശരി. ഹാഫ് മാർക്ക് ഗൗരി നോട്ട് ചെയ്തോ. പണിഷ്മെന്റ് എന്ത് വേണ്ടത്? പണിഷ്മെന്റ് നിങ്ങൾക്ക് രണ്ടുപേർക്കുണ്ട്. എടുക്കാങ്ങട് തിന്നണ്ട്. കുഴപ്പമില്ല, എടുത്തോ. അത് വായിക്കാം. എന്താ നോക്കട്ടെ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. വെയിറ്റ്, പരിഹാരം ഉണ്ടാക്കാം. ആരും തല്ലൂടല്ലേ. വെയിറ്റ്. ക്ലാസിക്കൽ ഡാൻസ് കളിക്കുക. ക്ലാസിക്കൽ ഡാൻസർ ആണല്ലോ ചേട്ടൻ. ഫുള്ള് ശരിയാക്കില്ല. ഫുള്ള് ശരിയെന്ന് പറയാൻ പറ്റുമോ? 2 മുദ്ര കാണിച്ചാ മതി. ഓക്കെ. ഓ, ഓക്കെ. ഒരു മിനിറ്റ്, അത് ഫുള്ള് വായിക്കേ. റെഡിയാക്കി തരാം. സിമ്പിൾ കാര്യം. ഡിജെയിൽ ഇങ്ങനെ ക്ലാസിക്കൽ കളിക്കും. അതങ്ങനെയാണ് ടാസ്ക്. ഓക്കെ.
ഒരു മിനിറ്റ് DJ ഇട്ടോ ഒന്ന് മാറിക്കട്ടെ അല്ലെങ്കിൽ ഈ വരിയിൽ ഞാൻ പോയി ഇന്ന് കളിക്കും ശരി വേണ്ട 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 അങ്ങനെ തന്നെയല്ലേ ഈ വരി മതി 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 കളിച്ചിട്ട് വീണ്ടും 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 അവനൊക്കെ ആസ്വദിക്കുന്നു. അവന്റെ ബീറ്റിനനുസരിച്ച് കളിക്കണം. അടുത്തത് ഒന്ന് ചേച്ചിക്കാ അയ്യോ കഴിഞ്ഞിട്ടില്ല ഞാൻ എന്താണ് നാരങ്ങ കഴിക്കാം എനിക്ക് ഇഞ്ചി കഴിക്കല്ലോ എന്നാ വയറ് ക്ലീൻ ആവും എക്സ്പ്രഷൻ ഉണ്ടായില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഇവൻ കഴിച്ചോ? ഞാൻ കഴിച്ചു സൂര്യ കഴിച്ചോ? അടുത്തത് എന്റെ ഫേവറേറ്റ് സ്പോർട്സ്. അത് സൂര്യക്ക് അറിയായിരിക്കും. എനിക്കറിയാം. എവിടെ എവിടെ ഫാൻ എവിടെ ചോദ്യമാണോ? തെറ്റിച്ചിട്ടല്ലേ പറഞ്ഞത് വിടില്ല മുടി ഞാൻ എഴുതി എനിക്ക് ഇഷ്ടമുള്ള എഴുതി. ആ പറഞ്ഞോ അൻവരി ചേച്ചി പറഞ്ഞോ. എന്റെ ഇഷ്ടല്ലേ ചോദിച്ചാ ഞാൻ എല്ലാരും അവരവരുടെ ഇഷ്ടമുള്ളത് എഴുതി. ഞാൻ പറയാം ഞാൻ എഴുതിയത് ഫുട്ബോൾ ഓ കറക്റ്റ്. ക്രിക്കറ്റ് സൂര്യ തെറ്റി പറഞ്ഞു കൊടുത്തു അല്ലേ? ആ ഞാൻ സത്യം പറഞ്ഞു കൊടുത്താ ഫുട്ബോൾ വിളിക്കണം. നന്നായുള്ളൂ അങ്ങനെ വേണം. ശരി ക്ലാസിക്കൽ ഡാൻസ് വിത്ത് DJ സോങ് കളിക്കല്ലേ കളിക്കും. അയ്യോ എന്റെ ദൈവമേ, എന്റെ പണ്ടത്തെ എന്റെ ബാക്കിയാണ് ആൻമേരി ചേച്ചി. ആൻമേരി ചേച്ചി സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ ചെയ്തിട്ട് സമയത്ത് ആക്റ്റീവ് ആയിരുന്നു. ഇപ്പൊ ഭയങ്കര ഷൈ ആണ്. ഫേവറേറ്റ് സോങ് കഴിഞ്ഞു. അല്ല എന്റെ ഫേവറേറ്റ് സോങ് റോബിൻ ചേട്ടനായിരിക്കും ഇത് കിട്ടുന്നുണ്ടാവുള്ളൂ. രണ്ട് പാട്ട് രണ്ടെണ്ണം എഴുതിക്കോ, കുഴപ്പമില്ല. എങ്കിൽ പിന്നെ 4 എഴുതാം. ഒറ്റ വെള്ളം കുടിക്കുക ടെൻഷൻ അല്ല മലയാളം. ഇങ്ങനെയാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു തരും. അടങ്ങ് ചേട്ടൻ ജയിക്കണം അല്ലെങ്കിൽ തല്ലിക്കൊല്ലു. നിങ്ങൾ എന്തെങ്കിലും ടിക് ടിക് 1 ടിക് ടിക് 2 റോബിൻ ചേട്ടൻ കളിയുടെ ഹരത്തിൽ കയറി എല്ലാരും അടിച്ച് പഞ്ചറാക്കുന്നു. ഞാൻ പറയട്ടെ നീലത്താമര. എങ്ങനെ നിനക്ക് ഇത് എഴുതാൻ തോന്നിയത്? രണ്ടും തോറ്റെ. ജൂപ്പിറ്റർ മഴ എനിക്കാ അതായത് എനിക്ക് ഹിന്ദി സോങ്സ് ആണ് എന്റെ ഫേവറേറ്റ്. പക്ഷെ എനിക്ക് ജൂപ്പിറ്റർ മഴ സോങ്ങിന്റെ അടുത്ത് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്. വണ്ടി പോകുമ്പോ എപ്പോഴും വെക്കുന്ന പാട്ടാണ്. ഒരു കാര്യം അറിയോ, സത്യം ചേട്ടൻ എങ്ങനെ കിട്ടിയത്? ജൂപ്പിറ്റർ മഴ എനിക്കറിയത്തുള്ളൂ. നിനക്ക് ഇഷ്ടമുള്ള പാട്ട് നീ സമ്മതിച്ചു കൊടുത്തോ? ആ ഓക്കെ. അടുത്തത് എന്റെ ഫേവറേറ്റ് കാറ്. ഞാൻ രണ്ടെണ്ണം ഞാൻ രണ്ടെണ്ണം എഴുതിയില്ല. രണ്ടെണ്ണം ഉണ്ട്. രണ്ടും ശരിയാക്കണമെന്നില്ല. രണ്ടിൽ ഏത് ശരിയാക്കിയാലും ശരിയാണ്. മോഡൽ എഴുതണോ? മോഡലൊന്നും വേണമെന്ന് എനിക്കറിയില്ല. ഓക്കെ എഴുതി കഴിഞ്ഞാ പറഞ്ഞോ. ആ പിന്നെ ഞാൻ പറയട്ടെ, മിനി കൂപ്പർ ബെൻസ്. മിനി കൂപ്പർ ബെൻസ് ആണോ? ചേച്ചിക്കുണ്ട്. സൂര്യ നീ ആരുടെ ഇഷ്ടം എഴുതണത്? അറിയില്ല പൊടി. നീ പറഞ്ഞെന്താ ഒക്കെ തെറ്റി. ഞാൻ ജയിക്കുന്ന വെച്ചിട്ട് അഹങ്കരിച്ചിരുന്നതാ. അല്ല ഞാൻ പറഞ്ഞു രണ്ടിൽ ഏത് ശരിയായാലും ശരിയാ. എന്റെ ഫേവറേറ്റ് അത് ഞാൻ ഇതിനനുസരിച്ച് പറയാൻ പറ്റുള്ളൂ. അതായത് എന്റെ ഫേവറേറ്റ് വണ്ടി എന്ന് പറയുന്നത് ബെൻസും മിനി കൂപ്പറും ആണ്. അടുത്തത് എന്തൊരു കഷ്ടാണിത്. വേണ്ട. ആ എന്റെ ചെരുപ്പിന്റെ സൈസ്. അയ്യോ ചെരുപ്പിന്റെ സൈസാ. ആ അങ്ങനൊന്നുമില്ല. സൈസ് നമ്മള് നോർമലി പറയില്ലേ 3, 4, 5, 6, 7. റോബിൻ ചേട്ടൻ കണ്ടു.
അതെ ഇതിന്റെ അടിയിൽ ഒരു സാധനം ഒട്ടിച്ചിട്ടുണ്ട്. അത് നോക്കാൻ ഏതൊരു പൊട്ടനെ മനസ്സിലാവും. നോക്കട്ടെ, ആ അത് കാണിച്ചു തരണം കേട്ടോ. ഞാൻ കണ്ടില്ല. ആക്ച്വലി ഞാൻ ബോഡിയിൽ ഒരു സൈസ് മുന്നേ നോക്കി എഴുതി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കത് ശരിയാണെന്ന് അറിഞ്ഞില്ല. ആ തെറ്റാവും 3 പേരും ഒന്നും നോക്കാല്ലേ. എഴുതി ഞാൻ പറയണോ? 6 ഒരു ഞാൻ 36 അത് കൺവേർട്ട് കറക്റ്റാ അതും കറക്റ്റാ. കൺവേർട്ട് ചെയ്യുമ്പോ 6ലാണ് ഞാൻ എടുക്കാറ്. 6ഉം 36ഉം കറക്റ്റാ. ശരിയാന്ന് പറഞ്ഞു. ശരി ഓക്കെ ശരിയാന്ന് പറഞ്ഞു. മോനെ 36 എന്തോ കള്ളത്തിലുണ്ട്. എനിക്ക് അടുത്ത ക്വസ്റ്റ്യൻ, മോസ്റ്റ് ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള കാര്യം, എന്നെ പ്രൊവോക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? ഇറിറ്റേറ്റിംഗ് എന്തിനെ കുറിച്ച് പറഞ്ഞാലാണ് ഞാൻ ഭയങ്കര ഇറിറ്റേറ്റഡ് ആവുക? ഒരു സബ്ജക്ട് അങ്ങനെ സബ്ജക്റ്റ് ആണോ? എന്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് എന്നെ കൊള്ളിക്കണമെങ്കിൽ എന്തിനെ കുറിച്ച് പറയണം? ഇപ്പോഴാണോ? ഇപ്പൊ എപ്പോഴായാലും ഇപ്പൊ മൊത്തത്തില് ഇപ്പത്തെ ഇതൊന്നുമില്ല കേട്ടോ. നീ അനാവശ്യം ഇതല്ല ശരി. എന്ത് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്? മനസ്സിലായില്ലേ? ഇല്ല തോക്കുന്നു മനസ്സിലായില്ലേ? ഒരു പ്രാവശ്യം പറഞ്ഞു പറയാം എന്തുത്തരോ. അല്ല എന്താണ്? അതായത് എനിക്ക് എന്റെ എന്തിനെ കുറിച്ച് പറയുമ്പോഴാണ് ഏറ്റവും ദേഷ്യം വരും. ആ ഒരു കാര്യത്തിന് എഗൻസ്റ്റ് ആയിട്ട് പറയുമ്പോ അല്ലെ, ആ ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് എഗൻസ്റ്റ് ആയിട്ട് പറയാം. എഗൻസ്റ്റ് എന്നല്ല, എന്നെ ദേഷ്യം പിടിപ്പിക്കണമെങ്കിൽ ആരെ കുറിച്ച് പറയണം? ആരെ കുറിച്ച് പറയണം? അതായത് ഒരു സബ്ജക്ട്, ഒരു വ്യക്തിയാണോ? വ്യക്തിയൊന്നല്ല, വ്യക്തിനായിട്ട് എഴുതണ്ട, മൊത്തത്തിൽ ആ വ്യക്തിനെ ഉൾപ്പെടുത്തുന്ന ഒരു ഇതിനെ പറഞ്ഞാൽ മതി. വ്യക്തിനെ പറയണോ? വ്യക്തിനെ പറയണ്ടെന്ന്. വ്യക്തിയല്ല. അല്ല എന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചത് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചെന്ന് റോബിൻ ജയിച്ചു. അല്ല അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ കാര്യമാണോ വ്യക്തിയാണോ? കാര്യം. ഞാൻ എഴുതിയെന്തോ എനിക്കറിഞ്ഞൂടാ. ഞാൻ ഒരു വ്യക്തിയുടെ പേര് എഴുതി. പേര് അങ്ങനെ എഴുതാൻ പറ്റില്ല. എഴുതിക്കോ. ഞാൻ റോബിൻ ചേട്ടനെ പറ്റി. പിന്നെ കൊള്ളില്ലെന്ന് പറഞ്ഞു. എല്ലാരും സൂര്യ മാൻമേരി ചേച്ചിയും കറക്റ്റ് ആണ്. അതായത് ഞാൻ എഴുതിയത് ഒന്ന് എന്റെ പ്രൊഫഷനെ പറ്റി പറഞ്ഞാല്, പിന്നെ എന്റെ ഫാമിലി, അതായത് നല്ല തെറ്റാ. പ്രൊഫഷൻ അയ്യോ പിന്നെ ഇല്ല ഓഡിയൻസിന്റെ അല്ല, ഓഡിയൻസ് റോബിൻ ചേട്ടനെ സപ്പോർട്ട് ചെയ്തിട്ട് പറയുള്ളൂ. ഇവിടെയുള്ള ആളുകളൊന്ന് പറ, ഞാൻ എന്ത് ചെയ്യണം? അല്ല ഉത്തരം ഞാൻ പറയട്ടെ. ഞാൻ ഉദ്ദേശിച്ചത് ഫാമിലി എന്ന് പറഞ്ഞാൽ എന്റെ ഫ്രണ്ട്സ് പെടും, റോബിൻ ചേട്ടൻ പെടും, എന്റെ ഫാമിലി പെടും. എന്റെ ഫാമിലിനെ കുറിച്ച്, എനിക്ക് ഇഷ്ടപ്പെട്ടവരെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് പ്രൊവോക്ഡ് ആവും. എന്നെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ ക്ഷമിച്ചു തരും, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട അതാണ് ഫാമിലി എന്ന് പറഞ്ഞത്. അടുത്തത് പ്രൊഫഷൻ. എന്റെ പ്രൊഫഷനെ ഇൻസൾട്ട് ചെയ്ത് പറഞ്ഞാൽ അയ്യോടാ അങ്ങനെയല്ലടാ. ഒരു കാര്യം ചെയ്യ്, ഈ ക്വസ്റ്റ്യൻ ഞാൻ ക്യാൻസൽ ചെയ്തു. അയ്യോ ശരി, അല്ല ശരി ചേട്ടാ, അവർക്ക് വിഷമം. എന്താ വക്കീലോ? മുളക് കഴിക്കുക ഭയങ്കര ഇഷ്ടാ. ഒന്ന് അങ്ങനെ വിഴുങ്ങിക്കോ. ശരി, വെള്ളം കൂടി കൊടുത്തു. അടുത്തത് നോക്കണത്. അടുത്തത് ഫേവറേറ്റ് ഔട്ട്ഫിറ്റ്. എനിക്ക് ഇടാൻ ഏറ്റവും ഇഷ്ടം എങ്ങനെയാണ്? നോർമൽ ആയിട്ട്. ഞാൻ ഒക്കെ തെറ്റാ പറയുന്നു. എന്താ സൂര്യ നീ തെറ്റിച്ച്? നീ ഒറ്റടുത്ത് KPC ഇതൊക്കെ പറഞ്ഞു വെറുതെ പറഞ്ഞതാണ് ഒരു വട്ടം. തെറ്റിച്ചു. ഞാൻ ചെയ്തിട്ടെ. എന്താണ് എന്റെ ഫേവറേറ്റ് ഔട്ട്ഫിറ്റ്? നോർമലി ഇടുന്നത്. ഞാൻ തോറ്റു, എനിക്കറിയില്ല. നീ ഊഹിക്ക. എനിക്ക് ഏറ്റവും ഇഷ്ടം ഏത് ഇടാന്? ഇല്ല, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. സന്തോഷം. എനിക്കറിയില്ല. നീ വെറുതെ പറഞ്ഞ എഴുതിക്കോ. കുർത്ത. അല്ല കുർത്തല്ല, കുർത്താട്ടാ. ഞാൻ കുർത്ത എഴുതത് എഴുതി. കുർത്ത ലൂസ് ഫിറ്റ്. അല്ല ലൂസ് ഫിറ്റ് കുർത്താന്ന് എഴുതണം.
അല്ല ലൂസ് ഫിറ്റ് ഇത് പിടിക്കുക ലൂസ് സാരി കൊടുത്താലേ ശരിയാ. അതൊന്നും പറ്റും. കുർത്തയാണോ നീ എന്താ എഴുതിക്കുന്നത്? ഞാൻ കുർത്തിയില്ല, അതായത് ലൂസ് കുർത്ത. ലൂസ് കുർത്തയാണ് എനിക്ക് നമ്മൾ ചേച്ചിടാ സക്സസ് നേരത്തെ റെഡി ആക്കിയതാ. റെഡ് ബൾബ്. പറഞ്ഞോ. സ്പീഡില് റെഡ് ബൾബ് ബ്ലൂ ബൾബ് അങ്ങനെ റെഡ് ബൾബ് ബ്ലൂ ബൾബ്. ഓക്കെ. അടുത്തത് അതെ, എനിക്കൊരു ഡൗട്ട്. റോബിൻ ചേട്ടൻ ഇങ്ങോട്ട് ഒട്ടക്കണ്ടിട്ട് നോക്കണം. ഞാൻ നോക്കുന്നില്ല, ഒന്ന് പോയേ. എനിക്ക് പിന്നെ ആദ്യം ഇതെങ്കിൽ സ്ട്രഗിൾ ആൻഡ് സക്സസ് പറയുമ്പോൾ തെറ്റിക്കണ്ടല്ലേ? ശ്വാസം കിട്ടണല്ലോ. തെറ്റിക്കണ്ടല്ലേ? എത്ര തെറ്റിക്കലോ? ലൂസ് ഡ്രസ്സസ് ആണ്. അത് എന്റെ അടുത്തും പറയാം. ഞാൻ ചോദിച്ചാൽ നീ എന്തെങ്കിലും എടുത്ത് എനിക്ക് ലൂസ് ഡ്രസ്സസ് ചേട്ടാ കംഫർട്ടബിൾ എന്റെ അടുത്ത് പറയാറുണ്ട്. പിന്നെ മേടിക്കാൻ പോകുമ്പോൾ ഞാനും കൂടെ കൂടെ പോണത്. കെയറിംഗ് ബേബി. ഓക്കെ, അടുത്ത 19. ടെൻഷനായി റോബിൻ ചേട്ടൻ, ആകെ ടെൻഷനായി, തോറ്റു പോന്ന്. പക്ഷെ പേടിക്കണ്ട ചേട്ടൻ. ഞാൻ തന്നെയാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. എന്നാലും റോബിൻ ചേട്ടൻ ഇങ്ങനെ ഇത്ര സൈലന്റ് ആയിട്ടിരുന്നല്ല. അടുത്തത് അടുത്തത് എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് സ്പോട്ട്, അതായത് സ്ഥലമല്ല, ഞാൻ പറയാം എങ്ങനെയാണ്. എനിക്കിങ്ങനെ ഒരു നല്ല ഇന്റീരിയർ ഉള്ള ഒരു കഫേയുടെ ഉള്ളിലാണോ അതോ ഓപ്പൺ സ്പേസിലാണോ, ഓപ്ഷൻസ് ആണ് ഞാൻ പറയണത്. അതായത് നല്ല ഇന്റീരിയർ ആയിട്ടുള്ള ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അതാണോ, ഓപ്പൺ സ്പേസിൽ ഇരുന്നിട്ട് ഇങ്ങനെ പ്രകൃതി രമണീയതൊക്കെ ആസ്വദിച്ച് കഴിക്കാനാണോ, അതോ ഒറ്റയ്ക്ക് ഇരുന്ന് ഒളിച്ചിരുന്ന് കഴിക്കാനാണോ ഇഷ്ടം? അതാണ് കൂടുതൽ ഇഷ്ടം തോന്നുന്നു. ഇതൊന്നും ഞാൻ മനസ്സിലാക്കും. റോബിൻ ചേട്ടൻ എന്നോട് സ്നേഹം ഉണ്ടോ ഇല്ലയോ? എന്റെ ക്യാരക്ടർ തെറ്റിക്കും. അല്ല പ്ലേസിന്റെ ഇതില് ഞാൻ ഓപ്ഷൻസ് തന്നിട്ടുള്ളത് 3 എണ്ണാണ്. വൈബ് പോലത്തെ സ്ഥലങ്ങളാണോ? ഞാൻ പറയാം. അകത്താണോ അത് ഓപ്പൺ സ്പേസിലാണോ പിന്നെ ഒളിച്ചിരുന്ന് കഴിക്കാനാണോ? ഒരു മിനിറ്റ് ഞാൻ എഴുതട്ടെ, അപ്പോഴും ഓർമ്മ വന്നു. ഓപ്പൺ സ്പേസ്. ഇനി ഓപ്പൺ ഏരിയ വിത്ത് ബ്യൂട്ടിഫുൾ ആംബിയൻസ്. നേച്ചർ ഫ്രണ്ട്ലി. ഞാൻ തന്ന ഓപ്ഷൻസ് ആണ് പറയുന്നത്. നേച്ചർ ഫ്രണ്ട്ലി എന്ന് വെച്ചാൽ ഓപ്പൺ സ്പേസ്. 3 ശരി. നേച്ചർ ഫ്രണ്ട്ലി എന്ന് വെച്ചാൽ ഓപ്പൺ സ്പേസ് ആണ് അതിന്റെ അർത്ഥം. ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിച്ച കോളേജ് ഏതാണ്? BSc ഫാഷൻ ടെക്നോളജി പഠിച്ചത് ഏത് കോളേജ്? ഫുള്ള് ചെയ്തിട്ടുണ്ടല്ലോ. വേണ്ട. തോറ്റ് ഞാൻ. അതും തോറ്റ സൂര്യ. അല്ല ഇതറിയാം, എനിക്കറിയാം. നെഹ്റു കോളേജ് കോയമ്പത്തൂർ. നെഹ്റു ആർട്സ് ആൻഡ് സയൻസ്. 3 പേര് ശരിയാക്കി. ഹോ, തല്ലൂട്ട് ഒഴിഞ്ഞ് കിട്ടി. ഇനി ഫേവറേറ്റ് നമ്പർ ഉണ്ട്. അറിയില്ലേ? റോബിൻ ചേട്ടൻ അറിയൂലോ. പറഞ്ഞോ. 3 3 ഏത് 4? ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ചേച്ചിയുടെ അടുത്ത്. ഇത്രയും സംസാരിക്കുമ്പോ 3 ശരി. സൂര്യ ഇപ്പോഴാണ് ഇച്ചിരി കേറി വരുന്നത്. അതാണ് എടുത്ത് എഴുതാ ആക്രാന്തായി റോബിൻ ചേട്ടന്. ഇതല്ല, ഈ ഗെയിം മൊത്തം കഴിഞ്ഞിട്ട് ട്രോഫി മേടിക്കണം. അതാണ് ഇപ്പൊ റോബിൻ ചേട്ടൻ അന്തിമ ലക്ഷ്യം. ഇഞ്ചിയാ? ഇഞ്ചി വേറെ ഇഞ്ചി വേണ്ട ചേച്ചി. ഇഞ്ചി ശരി. അല്ല ചേച്ചിക്ക് കിട്ടിയതാ. കൊടുക്ക്. ഫുള്ളും കഴിക്കുന്നില്ല ചേച്ചി, ഒരു കടി മതി. ഈ ചേച്ചിക്ക് അത് ഇഷ്ടം, മൊത്തം വിഴുങ്ങും. അടുത്തത് പഠിച്ച കോളേജ് ഏതാണ് കഴിഞ്ഞു. ഫേവറേറ്റ് പെർഫ്യൂം ബ്രാൻഡ്? സൂര്യ റോബിൻ എന്തൊരു മാർക്കാ. അതന്നെ പേരാണോ? പേര്. നീ യൂസ് ചെയ്യുന്നതാണോ? ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ അതാണ് യൂസ് ചെയ്തിരുന്നത്. രണ്ടെണ്ണം ഉണ്ട്, പക്ഷെ ഞാൻ ഒരെണ്ണം എഴുതിയുള്ളൂ. എനിക്കറിയില്ല. തോറ്റാ? ഞാൻ പറയട്ടെ. കാൽവിൻ ക്ലീൻ അല്ല, വേഴ്സാച്ചി. പക്ഷെ ഗുച്ചിന്നാണ് പറഞ്ഞത്. പക്ഷെ ചേച്ചി എഴുതിയത് വേഴ്സാച്ചിയാടാ സൂര്യ. ഇതെങ്ങനെയെങ്കിൽ 2 ആൻസർ എങ്കിൽ എല്ലാത്തിനും എഴുതിയാ ചേച്ചി പറഞ്ഞത് ഗുച്ചിന്നാ. ഇല്ലില്ല, 2 ആൻസർ കാര്യം തോന്നുന്നു. വേഴ്സാച്ചി ഒരാളെങ്കിലും എഴുതിയല്ലോ. ശരി, റോബിൻ ചേട്ടൻ റോബിൻ ചേട്ടൻ തോക്കണത് എന്റെ സന്തോഷം.
5 ഇഞ്ചെങ്കിലും കഴിക്കണം. പാവയ്ക്ക കഴിക്കുക. ആ ഫേവറേറ്റ് ആ നാരങ്ങ പിഴിഞ്ഞെടുത്തോ. നാരങ്ങ പിഴിഞ്ഞാ നേരത്തെ അത് ടേസ്റ്റ് നോക്കാൻ എടുക്കുന്നു. ഓക്കെ, അടുത്തത് എന്റെ എൻഗേജ്മെന്റ് ഡേറ്റ്. റോമിഞ്ചേട്ടാ കളയണു. കഴിക്കില്ല കള്ളക്കളി. വെള്ളം കുടിച്ചോ വെള്ളം കുടിച്ചോ. അല്ല ക്വസ്റ്റ്യൻ എന്താ? അടുത്തത് അത് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ലേ? എൻഗേജ്മെന്റ് ഡേറ്റ് ആണോ? അയ്യോ ഡേ ആണോ ഡേറ്റ് ആണോ ഇയർ ആണോ? അല്ലല്ല ഇയർ ഒന്നും വേണ്ട. ഇയർ എഴുതണമെങ്കിൽ ഇയർ എഴുതിക്കോ. തോറ്റതില്ല എനിക്കറിയാം. ഞാൻ തോറ്റു തൊന്നാൻ പാടി വട്ടപ്പൂജ. കഴിഞ്ഞു. ക്വസ്റ്റ്യൻസ് കഴിയാറായി. വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ആകെ 4-5 ക്വസ്റ്റ്യൻ ഉള്ളൂ. പറയട്ടെ. ഫെബ്രുവരി 16. ഞാൻ പറയട്ടെ ഫെബ്രുവരി 16. 2000 എവിടെ എഴുതിയിട്ടില്ല. ആ കറക്റ്റ്. എന്താ സൂര്യ എടുക്ക് സൂര്യ. ഇനി എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? ഹലോ കഴിച്ചോ അത് കുഴപ്പമില്ല. കഴിച്ചോ. അയ്യോ എന്താ പാവയ്ക്ക. പാവയ്ക്ക കഴിച്ചോ. എന്താ ഗൗരിയുടെ ആഗ്രഹമായിരുന്നു പാവയ്ക്ക സൂര്യ കഴിക്കണം എന്നുള്ളത്. തേങ്ങ കഴിക്കണത് ചെറിയ പീസ് ഒന്നും ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു. നേരത്തെ കഴിക്കാണ്ട്. അയ്യോ ഒരു മാങ്ങ ചപ്പി കുടിക്കണം. എന്താണത്? അരി എന്താ ഉള്ളില്? കുരുവിന് അരി ഞങ്ങളൊക്കെ നാട്ടിലെ അരി. തെറ്റ സമ്മതിക്കും. റോബിൻചേട്ടൻ വെള്ളം ഒഴിച്ച് പിരിങ്ങിക്കോ. ഹെൽത്തി ആണത്. ആ ക്വസ്റ്റ്യൻ കഴിയാറായി. എനിക്ക് ഏറ്റവും പേടിയുള്ള അനിമല്. അയ്യോ അനിമല്. നീ പറഞ്ഞു ചേച്ചില്ല. ഞാൻ ഉത്തരം പറഞ്ഞു. ഇല്ല ഞാൻ പറയില്ല. എനിക്കറിയാം. ഇല്ല അത് നിങ്ങൾ ഏറ്റു പറയാനല്ലേ. ഒന്ന് എഴുതാളെ 5 എഴുതില്ല. പറഞ്ഞോ. അയ്യേ പാമ്പിന് പുഷ്പം പോലെ ഞാൻ എനിക്കറിയാം. വണ്ടി പോകുമ്പോ ആന പേടിയില്ലെന്ന് എനിക്ക്. ഞാൻ കാണുന്നില്ല. ഒബ്സർവേഷൻ മൈന്യൂട്ട്. കൂടെ നിന്നെല്ലാം പഠിക്കായിരുന്നില്ലേ. കൊച്ചു കള്ളൻ. അതെ. അടുത്തത് ഇനി എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? പണിഷ്മെന്റ് സോറി. നാരങ്ങ നോക്കട്ടെ. അതെങ്ങനെയാണോ നോക്കട്ടെ. അടുത്തത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒറ്റ ഒരാള്. ഞാൻ പറയാ എഴുതണില്ല. എഴുതിക്കോ. പേനാണില്ല. ഇപ്പോട്ടോ ഞാൻ പറയട്ടെ. ഞാൻ അൻമേരി ചേച്ചി. അയ്യോ ക്യൂട്ടാവല്ലേടാ അൻമേരി ചേച്ചിക്ക് അറിയാം. അൻമേരി ചേച്ചിയാണ്. ഡോക്ടർ റോബിൻ. ആണോ? അതാണോ? ആണോ? നിന്റെ ഹസ്ബൻഡല്ലേ അല്ല അത് കഴിഞ്ഞ ചേച്ചി. പക്ഷെ അത് പറയും. അത് പറയും. അതിനെ കുറിച്ച് റോബിൻ ചേട്ടൻ എഴുതോ. സൂര്യ മണ്ടനാ ചേച്ചിന്നൊക്കെ ആണ്. പക്ഷെ ഫസ്റ്റ് അത് ആൻമേരി ചേച്ചിയുടെയും ബെസ്റ്റ് ഫ്രണ്ട് ആൻമേരിയുടെ ഹസ്ബൻഡാണ് അല്ലേ. ഇനി എത്ര ക്വസ്റ്റ്യൻ? 25 ക്വസ്റ്റ്യൻ സൂര്യ കഴിഞ്ഞ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ടേക്ക് നമ്മൾ കടക്കുകയാണ്. എന്റെ ഇപ്പൊ കഴിഞ്ഞ ഈ ഒരു 10 ഫംഗ്ഷൻസിലെ എന്റെ ഫേവറേറ്റ് ഔട്ട്ഫിറ്റ് ഏതായിരുന്നു? അല്ലല്ല അത് മൊത്തത്തില് ഞാൻ ജനിച്ചിട്ട് ഇതുവരെ ഡിസൈൻ ചെയ്തതിൽ ഇഷ്ടമുള്ള. ശരി. ഇനി എനിക്ക് പണിഷ്മെന്റ് ഉണ്ടോ? ഇനി 27ാമത്തെ ക്വസ്റ്റ്യൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത പച്ചക്കറി. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത വെജിറ്റബിൾ ഏതാണ്? എന്തെന്നില്ല 5 എണ്ണം എഴുതാൻ പറ്റില്ല. അയ്യോ
ചീര spinach. എന്തെഴുതി തെറ്റാ വേപ്പില്ല കാണിക്കും നിന്നോട് ഞാൻ കാണിച്ചില്ലേ നിന്റെ അടുത്ത് ക്യൂട്ടന്നല്ലേ എടുക്ക് തെറ്റാ നിനക്ക് നിന്നോട് ഞാൻ ഇതാക്കില്ല സൂര്യ നീ അക്ക തെറ്റാ പറയണേ ചേട്ടാ എന്താ ചേട്ടത് ഒരു കാര്യമുണ്ട് കേട്ടാ ഇവിടെ നിന്റെ സ്ട്രഗിളിനെ സക്സസിനെ പറ്റി ആരെങ്കിലും പ്രൊവോക്ക് ചെയ്താലും നിനക്ക് ദേഷ്യം വരാറുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റുമോ? അല്ല അത് ഫാമിലി പ്രൊഫഷനാണ്. സക്സസ് പ്രൊഫഷണൽ അല്ല അങ്ങനെയല്ല കേട്ടോ, മനസ്സിലാക്കൂ. ശരി, ഓക്കെ. അടുത്തത് അടുത്തത് ഇല്ല മൈ ഫേവറേറ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ്. മൈ ഫേവറേറ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ്. രണ്ടുപേരെ എഴുതാം. സൂര്യ നീ നിന്റെ പേരിനെ എഴുതിക്കില്ല. ആദ്യം സൂര്യ പറയട്ടെ. അച്ഛനും റോബിൻ ചേട്ടനും. ഇനി ഞാൻ പറയട്ടെ. ഡോക്ടർ റോബിനാണ് ലൂക്ക. ചേട്ടാ 3 പേരെ എഴുതിയിട്ടുണ്ട്. റോബിൻ, അച്ഛൻ, ലൂക്ക. അപ്പൊ എല്ലാരും ശരി. രണ്ട് അച്ഛൻ ഇത് പറഞ്ഞ് ലൂക്ക എഴുതിയിട്ടുണ്ട്. ആ ലൂക്ക എഴുതിയിട്ടുണ്ട്. 3 പേര് പറയണ്ടപ്പോ. അല്ല ശരിയല്ലേ, 3 പേര് ശരിയാ. പണിഷ്മെന്റ് കൊടുക്കാനേ അത് കഴിഞ്ഞു. ഫേവറേറ്റ് ഇതാരത് ഇങ്ങനൊരു ഫേവറേറ്റ് ഫേഷ്യൽ ഫീച്ചർ ഏതാണ് എന്റെ ഫേസിൽ? എന്റെ ക്വസ്റ്റ്യൻ അല്ല കേട്ടോ, ഇത് വേറൊരു കൊച്ചു എഴുതി തന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ വൃത്തിയായിട്ട ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കില്ല, പക്ഷെ ഞാനത് വായിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ അറിയാ? അടുത്തത് ഇനി എന്റെ വെയിറ്റ് കഴിഞ്ഞു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വെയിറ്റ് എങ്ങനെയാ? വെയിറ്റ് മാറുന്നില്ലടേ. ഇല്ലടേ, ഇപ്പത്തെ പറഞ്ഞ മതിയടേ. അത് മതി. ഇപ്പോഴത്തെ വെയിറ്റ് എത്രയെന്ന് എനിക്കറിയാൻ വയ്യ, എന്നാലും എഴുതിയിട്ടുണ്ട്. ആ പറഞ്ഞോ. 54. ദൈവമേ റോബിൻ ചേട്ടാ, സന്തോഷ. ഒന്നും തെറ്റിയില്ലേ? എനിക്ക് തെറ്റിയെന്ന് വെച്ചാൽ ഈ സ്ട്രഗിൾ ആൻഡ് സക്സസ് അല്ലല്ല, 2 തെറ്റിയുണ്ട്. ഇനിയും തെറ്റിയുണ്ട്. ഇതെന്താ എത്രാമത്തെ 22ാമത്തെ ക്വസ്റ്റ്യൻ? ഫേവറേറ്റ് മറ്റേ നിന്റെ പെർഫ്യൂമിന്റെ ബ്രാൻഡ്. അപ്പൊ പിന്നെ തെറ്റിയുണ്ടല്ലോ, പിന്നെ ഇതിന് വിഷമിക്കണം. അല്ല 3 ഇതില് ഹാഫ് തെറ്റേ ഉള്ളൂ. ഏത്? 2 തെറ്റിയുള്ളൂ. സ്ട്രഗിൾ ആൻഡ് സക്സസ് ഇത് മാത്രമേ തെറ്റുള്ളൂ. 3 തെറ്റി. ഇല്ല 3 ഇല്ലടേ, ഇതില് 2017 ഓൾറെഡി ശരിയാണ്. 2 തെറ്റിയുള്ളൂ. മനസ്സിലായോ? 17 എഴുതിയിട്ടുണ്ടായിരുന്നു. 30 ക്വസ്റ്റ്യനില് എനിക്ക് എത്ര മാർക്ക്? 27 ഹാഫ്. റോബിൻ ചേട്ടൻ ഇതിൽ ജയിച്ചു. 27 ഹാഫ്. 30ല് 27 ഹാഫ് അല്ലേ? ഓക്കെ. ഇവന് എനിക്ക് റോബിൻ ചേട്ടന് റോബിൻ ചേട്ടന് 30ല് 27.5. ഇതില് ഈ 3 പേരിൽ ഏറ്റവും ടെൻഷൻ അടിക്കാണ്ട് സിമ്പിൾ ആയിട്ട് ഒന്നും അന്വേഷിക്കാണ്ടിരുന്നത് റോബിൻ ചേട്ടൻ. അതെ, ആരുടെന്ന് കൂപ്പിടിച്ചാലും റോബിന്റെ കൂപ്പിടിക്കില്ല. സൂര്യക്ക് 30 എഴുതിക്കോ. ആൻമീന ചേച്ചി സൂര്യ നീ സെക്കൻഡോ തേടാ ഉറപ്പാ? 19. ആൻമീന ചേച്ചി സെക്കൻഡ്. സൂര്യക്ക് എത്രയാ? 18. എന്താ സൂര്യ, നീയല്ല എന്റെ പിന്നാലെ ക്വസ്റ്റ്യൻ ചോദിച്ച് നടന്ന ആള്. പറഞ്ഞല്ലേ നീ ഹൈറ്റ് വെച്ച് 5-4 അത്ര. 5-4 കളിയൊക്കെ പറഞ്ഞതാ. എനിക്ക് 5-4 ഉണ്ടാ, പക്ഷെ ആ ക്വസ്റ്റ്യൻ നമ്മൾ ക്യാൻസൽ ചെയ്തു. ഇന്നത്തെ നമ്മുടെ ഗെയിമില് ആരാണ് വിജയ് എന്ന് ചോദിച്ചാല് ഡോക്ടർ റോബിൻ 30ൽ 27.5 മാർക്കോട് കൂടെ പാസ്സായിരിക്കും. എല്ലാവരും കൈയടിച്ച് പാസ്സാക്കുക. സൂര്യ കുശുമ്പ് കാണിക്കേണ്ട, കൈയടിച്ചോ. അടുത്തത് സെക്കൻഡ് ആയിരിക്കുന്നത് ആൻമേരി ചേച്ചി. നമ്മുടെ സ്വന്തം സൂര്യ. അതും ഏറ്റവും ഫസ്റ്റ് അവനെ കിട്ടുന്നുണ്ടായിരുന്നു. അവൻ ഫുള്ള് പ്രിപ്പയർഡ് ആയിട്ട് ഇരുന്നത്.
എവിടേക്ക് പണി എന്നാലും കുറച്ച് അത്രയും നാണക്കേട് ഉണ്ടാക്കിയില്ല. ഇഞ്ചോട് ഇഞ്ച് ഉള്ള വ്യത്യാസം ഉണ്ടായിട്ടുള്ളൂ. 18, 19 1.5 മാർക്കിന്റെ ഡിഫറൻസ് ഉള്ളൂ. ഞാൻ വിചാരിച്ചു 15 താഴെ പോയാ ഇപ്പോഴും 24 മണിക്കൂർ കൂടെ ഉള്ളതുകൊണ്ട് എല്ലാം സത്യം പറയട്ടെ, ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്ര മാർക്ക് മേടിക്കുന്നത്. ഞാൻ സത്യം ഇത്ര മാർക്കൊന്നും 30 ഞാൻ മേടിച്ചിട്ടില്ല. അത് ഹൈലൈറ്റ് ചെയ്യണം. 15, 16 അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു കാര്യം പറയാം, വെറുതെ പറയണതാണ്. MBBS പഠിച്ചോണ്ടിരിക്കുമ്പോ യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ് ടോപ്പർ ആയിരുന്നു. സോറി തെറ്റി യൂണിവേഴ്സിറ്റി ടോപ്പറാണിത്. ഈ കുട്ടി വെറുതെ ഇമാജിനേഷനിൽ നിന്ന് എടുത്ത് പറയണതാണ്. പഠിക്കാത്ത കുട്ടിക്കാലം, ജീവിതത്തിൽ പഠിക്കാത്ത പാതി വഴിയിൽ വെച്ച് പഠിപ്പ് ഉപേക്ഷിച്ചു, ഇതൊക്കെ വെറുതെ പറയണതാണ്. ക്ലാസ്സിലെ ഏറ്റവും പഠിക്കുന്ന സെമസ്റ്ററിലെ ഹയസ്റ്റ് മാർക്ക് ഉണ്ടായിരുന്ന കുട്ടിയാണ് ഈ കുട്ടി. ഈ കുട്ടി വെറുതെ പറയുന്നതാണ് സ്നേഹം കിട്ടാത്ത കുട്ടി, പഠിക്കാത്ത കുട്ടി എന്നൊക്കെ. എല്ലാവരും സ്നേഹിച്ച് കൊല്ലുന്ന അത്രയും പഠിക്കുന്ന ഒരു കൊച്ചാണ് ഈ കൊച്ചു. ഇഷ്ടപ്പെട്ടു. ഞാൻ മാർക്ക് സമ്മാനമായിട്ട് ഒരു സമ്മാനമായിട്ട് എനിക്കൊരു ഉമ്മ തരണം. നീ അങ്ങടെ കൊടുക്കുക. ഞാൻ കൊടുക്കൂല, ഞാൻ ഇങ്ങടെ അല്ലല്ല ചേട്ടാ എനിക്ക് വെരി ഗുഡ്. ഇല്ല ചേട്ടാ എനിക്ക് തന്നോളൂ. ഓക്കെ. അപ്പോ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് റോബിൻ ചേട്ടൻ ജയിച്ചിരിക്കുകയാണ്. എനിക്ക് ചെറിയ സന്തോഷം. ഞാൻ സൂര്യയുടെയിൽ കുറച്ച് പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഞാൻ ജനിച്ചൻ തൊട്ട് എന്റെ പുറകെ നടക്കുന്ന ആളാണ്. വിഷമായി. അടുത്തതില് ഞാൻ അല്ലെ ഞങ്ങൾ അങ്ങനെയാണ്. റോബിൻ ചേട്ടൻ ജയിച്ചോട്ടെ, ഇനിയിപ്പോ എല്ലാവർക്കും മനസ്സിലായി. അതെ റോബിൻ ചേട്ടൻ ജയിച്ചോട്ടെ എന്ന് വെച്ചിട്ട് ഞങ്ങള് വിട്ടുകൊടുത്ത. എങ്കിൽ പിന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു 24, 25 അങ്ങ് തോറ്റാ പോരായിരുന്നു. റോബിൻ ചേട്ടന് അത്രത്തോളം ഇഷ്ടണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്, മനസ്സിലായി അങ്ങനെ. അപ്പൊ ശരി, അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത എപ്പിസോഡിൽ ഇനി ഞങ്ങൾ ഫുൾ ആക്റ്റീവ് ആയിരിക്കും. ഞങ്ങള് കുറെ കാലത്തേക്ക് ആക്റ്റീവ് അല്ലാണ്ട് ഇരിക്കുകയായിരുന്നു. ഇനി ഞങ്ങൾ ഫുൾ ടൈം ആക്റ്റീവ് ആയിരിക്കും. അപ്പൊ ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കാണാം. അതുവരെ 2 ക്യാമറ ഉണ്ട്. ടാറ്റാ ബൈ ബൈ. ചേച്ചിയുടെ മറ്റേ കഥ പറയണോ? കഥ പറയണോ? മറ്റേ ബൈ ബൈ. ഓക്കെ ബൈ. അതെ, ഞങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടുന്നതിന് മുന്നേ ഞങ്ങൾ കെട്ടുന്നു പറഞ്ഞ ആളാണ് ആൻമേരി ചേച്ചി. ഒരു എപ്പിസോഡ് സൂര്യ വെച്ച്, ഒരു എപ്പിസോഡ് ആൻമേരി വെച്ച്. സൂര്യയുടെ പണ്ടത്തെ സ്കൂളില് പാരന്റ്സ് മീറ്റിങ്ങിന് ഞാനാണ് പോവാറുള്ളത്. ഓക്കെ കട്ട്.